അത് തന്നെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനം. ഇത് കണക്കുകളുടെ പറഞ്ഞല്ലോ, പലപ്പോഴും കേന്ദ്രത്തിന്റെ കണക്കും സംസ്ഥാനങ്ങളുടെ കണക്കും ഒക്കെ വ്യത്യസ്തത പല കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാകും, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് വന്നിരിക്കുന്നു. പൊതുവായി ഏതെങ്കിലും കഴിഞ്ഞ ദിവസം കർണാടക സമരം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത് അത് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ വേർതിരിക്കാൻ, നേരത്തെ കർണാടകയിലെ മന്ത്രിയുടെ പ്രസംഗവും ഒക്കെ ചേർത്താണ് പറഞ്ഞത്. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും തമ്മിൽ വിഭജിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അതിന് കോൺഗ്രസിനെ പോലൊരു പാർട്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ആ സമരത്തിന്റെ ആ ഒരു ആരോപണത്തിന്റെ മുനകൂടി ഒടിയുകയാണ്. കേരളത്തിന്റെ സമരത്തിലേക്ക് വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഈ സമരത്തിലേക്ക് വരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ഈ സമരത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായും പിന്തുണയായി സൗത്ത് ഇന്ത്യയിൽ നിന്ന് DMK വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് നിന്നും ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള തന്നെ ഈ സമരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ രണ്ട് മുഖ്യമന്ത്രിമാരും ഒരു മുൻ മുഖ്യമന്ത്രിയും ഒക്കെ സമരത്തിന്റെ ഭാഗമാകുകയും സമരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ വിഭജനമല്ല. ഏതെല്ലാം ഒരു തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ തരത്തിൽ കേന്ദ്രം സാമ്പത്തികമായി അവരെ ഞെരുക്കുന്നു, അല്ലെങ്കിൽ അവരോട് പീഡനം കാണിക്കുന്നു, മറ്റുള്ളവരോട് ലാളന കാണിക്കുന്നു എന്നുള്ള ഒരു പൊതു രാഷ്ട്രീയം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. കാരണം ഈ കണക്കുകളെ സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും പ്രവിശ്യകളായി വിഭജിക്കുന്ന കോൺഗ്രസ് ആണെന്നുള്ള ആരോപണമാണ് ഇന്നലെ നരേന്ദ്രമോദി പാർലമെന്റിൽ ഉന്നയിച്ചത്. അതെ, ആ ആരോപണത്തിന് ഇന്നലെ ഉന്നയിച്ചപ്പോൾ കർണാടക അടക്കം ആ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ഇന്നത്തെ സമരത്തിലേക്ക് വന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് ഉള്ള ജമ്മു കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ളയെ പോലെ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് തന്നെ അവിടെ എത്തുകയാണ്. അവിടെ എത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പരസ്യമായി വേദിയിൽ പ്രസംഗിക്കുകയാണ്. അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ജനങ്ങൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ അനീതി നടക്കുന്നുണ്ടോ അത്തരം ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളല്ല, പ്രധാനമന്ത്രിയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശനം പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെ, അത് രാഷ്ട്രീയമായി രണ്ടുപേർ ഉന്നയിച്ച വിഷയം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സമരം കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് ഉള്ള ഒരു വ്യക്തമായ മറുപടി എന്ന് തന്നെ പറയാം. ഇത് സൗത്ത് ഇന്ത്യയുടെ മാത്രം സമരമല്ല. സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയാണ്. സൗത്ത് ഇന്ത്യ സമരത്തിന് പരമാവധി പോയി കഴിഞ്ഞാൽ കെജ്രിവാൾ കൂടി യോജിക്കുമെന്നാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഫറൂഖ് അബ്ദുള്ള കൂടി ആ സമരത്തിലേക്ക് വരുമ്പോൾ അതിന് മറ്റൊരു മുഖം കൂടി വരികയാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പാർട്ടികൾ അല്ലെങ്കിൽ അത്തരം പ്രതിഷേധിക്കുന്ന ഒരാൾ മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ഈ സമരത്തിന് പങ്കെടുത്തില്ലെങ്കിലും, അത് CPM നടത്തുന്ന സമരമായതുകൊണ്ട് പങ്കെടുത്തില്ലെങ്കിലും, മമതാ ബാനർജി സമാന വിഷയം ഉയർത്തിക്കൊണ്ട് അത് കിഴക്കേ അറ്റത്ത് നിന്ന് മമതാ ബാനർജി വരുന്നുണ്ട്, വടക്കേ അറ്റത്ത് നിന്ന് ഫറൂഖ് അബ്ദുള്ള വരുന്നുണ്ട്, ഇങ്ങ് തെക്കേ അറ്റത്ത് നിന്ന് സ്റ്റാലിനും പിണറായി വിജയനും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ ഒരു സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ വിഭജനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്ത് മോദി പറഞ്ഞതിൽ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ തവണയടക്കം ഈ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായ 130 സീറ്റുകൾ, ഈ 130 സീറ്റുകളിൽ 30 സീറ്റുകൾ വാങ്ങാൻ മാത്രമേ കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണെന്ന ഘട്ടത്തിൽ പോലും അത് കർണാടകയിൽ ഈ 28ൽ 26 സീറ്റും നേടിയപ്പോഴാണ് ഈ സീറ്റുകൾ നേടാൻ BJP കഴിഞ്ഞത്. BJP ഇപ്പോഴും സൗത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഭരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു വിഭജനം വന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത് BJPക്ക് തന്നെയാണ്. അത് ചിലപ്പോൾ സ്റ്റാലിന് നേട്ടമുണ്ടായേക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ CPMനോ ഇടതുമുന്നണിക്കോ നേട്ടമുണ്ടായേക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനമായും വോട്ട് വരേണ്ട സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കർണാടകയോ കേരളമോ ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് നോർത്ത് ഇന്ത്യ ഇല്ലാതെ, അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമി ഇല്ലാതെ കോൺഗ്രസിന് ഒരിക്കലും അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് മേലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ ആ ആരോപണത്തിന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സമരത്തോടു കൂടി ആ ആരോപണത്തിന് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയും ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല. ഇപ്പോൾ ദേശീയ തലത്തിലുണ്ടായ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് കിരൺ. നമ്മൾ ഈ സാമ്പത്തിക വിഷയങ്ങൾ, സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, കേരളത്തിൽ ഞെരുക്കുന്ന വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹിയിൽ സമരം നടന്നത്. എങ്കിലും അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഭഗവത് സിംഗ് മാനും അരവിന്ദ് കെജ്രിവാളും പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് കേരളം ഉന്നയിക്കുന്ന ഒന്നാണ് EDയുടെ റെയ്ഡ്. ഈ വിചാരണ പോലും കൂടാതെ രാഷ്ട്രീയ നേതാക്കളെ ജയിലിലടക്കി. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ EDയുടെ നിഴലിലാണ്, അറസ്റ്റ് നിഴലിലാണ്. ഏത് നിമിഷവും സംഭവിക്കുമെന്ന് ഡൽഹിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ വാർത്തകളുണ്ട്. ഹേമന്ത് സോറൻ ജയിലിൽ കിടക്കുന്ന പശ്ചാത്തലം നമുക്കറിയാം. തന്നെയും പിണറായി വിജയനെയും സ്റ്റാലിനെയും ജയിലിടാൻ ശ്രമിക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഭഗവത് സിംഗ് മാൻ പറഞ്ഞത് ഈ പ്രതിപക്ഷം BJP ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷം ഗവർണറാണ് എന്നാണ്. ഇത് രണ്ടും കേരളം ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ EDയോട് ഇവിടെ കേരള സർക്കാർ ഫൈറ്റ് ചെയ്യുന്നു, ഒപ്പം ഗവർണറോട് ഫൈറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും രണ്ട് മുഖ്യമന്ത്രിമാരെ കൊണ്ട് പറയിപ്പിക്കാനും പിണറായിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നേട്ടം. എനിക്ക് തോന്നുന്നു അടുത്ത കാർഡ് കൂടി വെച്ചിട്ട് അത് സംസാരിക്കുന്നതാവും കൂടുതൽ നന്നാവുകയെന്ന് തോന്നുന്നു.
ഈ പ്രതിപക്ഷത്ത് അങ്ങനെ ഒരു ഐക്യം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ആ തരത്തിലേക്കുള്ള ഒരു വിഷയം ഉന്നയിക്കുന്നു, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അനീതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കേന്ദ്രം ED അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെല്ലാം കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ED വിശദമായി തന്നെ എടുത്താണ്. ഈ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആകെ ED കേസെടുത്ത് കഴിഞ്ഞാൽ 100 കേസെടുത്ത് കഴിഞ്ഞാൽ 97 കേസുകളും വരുന്നത് പ്രതിപക്ഷത്തെ നേതാക്കൾക്ക് നേരെയാണ് ഇത്തരം കേസുകളൊക്കെ വരുന്നത്. അതിൻ്റെ കണക്കുകളെല്ലാം തന്നെ അത് വ്യക്തമാക്കുന്നത് കൂടിയാണ്. ഇങ്ങനെ ഈ ഒരു ഐക്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകേണ്ട പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. കോൺഗ്രസിന് അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയത്. കോൺഗ്രസ് ഇന്നലെ സമരം നടത്തിയത് ഒറ്റയ്ക്കാണ്. എങ്ങനെയാണോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ച് ചാമ്പ്യന്മാരായി BJP നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു നിന്ന കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭരണം ഉറപ്പിച്ചിരുന്ന ഛത്തീസ്ഗഡിലായാലും രാജസ്ഥാനിലായാലും അല്ലെങ്കിൽ മധ്യപ്രദേശിലായാലും അവർ ഏതെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെ ഒരു നാമമാത്രമായിട്ടെങ്കിലും കൂടെ നിർത്താൻ ഇവരാരും തയ്യാറായില്ല. അവിടെയെല്ലാം കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുക, ഞങ്ങൾക്ക് ശേഷിയുണ്ട്, ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള നിലപാടാണ് അവരവിടെ സ്വീകരിച്ചത്. അത്തരം നിലപാടുകളോട്, കോൺഗ്രസിൻ്റെ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തൽ കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി നടത്തുന്ന ഒരു സമരത്തിലേക്ക് അവർ ക്ഷണിച്ചില്ല എന്നൊക്കെ പറയാം. പക്ഷേ അത്തരമൊരു നീക്കം കോൺഗ്രസ് ആയിരുന്നു ഇന്നലെ നടത്തിയിരുന്നെങ്കിൽ, ഇന്ന് കേരളം നടത്തിയതുപോലെ കോൺഗ്രസ് ഇന്നലെ കർണാടകയിൽ അത്തരമൊരു നീക്കം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു വലിയ ഐക്യത്തിലേക്കൊക്കെ നയിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു. കോൺഗ്രസ് പലപ്പോഴും തന്ത്രപരമായി പരാജയപ്പെട്ടു പോകുന്ന അവിടെയാണ്. ഇന്ന് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് CPM എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇടതുമുന്നണി എന്ന് പറയുന്നതോ താരതമ്യേന കേരളത്തിൽ നിന്നല്ലാതെ ഇപ്പോൾ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ത്രിപുരയിൽ നിന്നൊന്നും കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം എന്തായാലും ഇത്തവണയും മുന്നണിക്ക് ഉണ്ടാവാൻ കാര്യമായ വഴിയില്ല. അപ്പോൾ കേരളത്തിൽ നിന്നല്ലാതെ മറ്റ് സംസ്ഥാനത്തു നിന്നും, കേരളത്തിൽ തന്നെ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എങ്ങനെയാവുമെന്നത് സ്വാഭാവികമായി അവർക്ക് മുന്നിലും വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഒരു പാർട്ടി ഒരു ഇടതുമുന്നണി ഭരണത്തിൻ്റെ ഒരു സമരത്തിലേക്ക് വരുമ്പോൾ ആ സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയിലെ ഇപ്പോൾ മമത എത്താൻ കഴിഞ്ഞായിരുന്നത് CPM ആയതുകൊണ്ടാണെന്ന് പറയാം. പ്രധാന പാർട്ടിയിലെ നേതാക്കളെയൊക്കെ അവിടെ എത്തിക്കാൻ കഴിയുന്നു. ക്ഷണിച്ചില്ല, മമതയെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. മമതയെ ക്ഷണിച്ചില്ല. അത് ആ രണ്ട് പാർട്ടികളും പങ്കെടുക്കാത്ത കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തുന്നുണ്ടോ? ആണ്, അവർ രണ്ടുപേർക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ള സ്വാഭാവികമായ വിഷയമുണ്ട്. പക്ഷേ ഇങ്ങനെ യോജിക്കുമ്പോൾ ഇവർ നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും BJP വിരുദ്ധ നിലപാടുകളിൽ ഞങ്ങൾ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കാൻ തയ്യാറാണെന്ന് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ സന്ദേശം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള അങ്ങനെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും ഡൽഹിയിൽ നിന്ന് കെജ്രിവാളും പഞ്ചാബിൽ നിന്ന് മാനും സന്ദേശം നൽകുന്നത് ഞങ്ങൾ ഇത്തരത്തിൽ യോജിച്ചു നിൽക്കുക. എന്തിന് തമിഴ്നാട്ടിൽ നിന്ന് തമ്പിദുരൈ അടക്കം ADMKയുടെ നേതാവായ തമ്പിദുരൈ അടക്കം ഈ സമരത്തിൽ പങ്കാളികളായി എന്നുള്ള ഒരു മാറ്റം കൂടിയുണ്ട്. ADMKയുമായിട്ടൊക്കെ OPS വിഭാഗവുമായിട്ടൊക്കെ യോജിച്ച് നിൽക്കാനുമുള്ള പല ശ്രമങ്ങളും ADMK ഇന്നലെ പ്രധാനപ്പെട്ട ഒരു 10-17 മുൻ MLA-മാരെയും ഒരു മുൻ MPയെയും ഒക്കെ BJPയിലേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിൽ ADMKയുടെ ഔദ്യോഗികമായ ഒരു സ്വഭാവത്തിലേക്ക് അവർ ഈ സമരത്തിൽ പങ്കാളികളായി നേരിട്ട് വന്ന് പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത. അത്തരത്തിലേക്ക് ഒരു ഐക്യത്തിന്റെ ഫീൽ ഉണ്ടാക്കാൻ എപ്പോഴും തെരഞ്ഞെടുപ്പിൽ അതാണ് ഏറ്റവും പ്രധാനം. തെരഞ്ഞെടുപ്പിൽ അത് ഈ പറഞ്ഞ കിരണി, കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യ സഖ്യം എങ്ങനെ പൂർണ്ണമാകുമെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ഈ പറഞ്ഞ ആളുകളെല്ലാം പ്രാദേശികമായ BJP എതിർക്കുന്ന കക്ഷികളാണ്. പ്രാദേശികമായി BJPക്കെതിരെ അധികാരത്തിലിരിക്കുന്ന CPM ആയാലും DMK ആയാലും മമതയാണെങ്കിലും ഫറൂഖ് അബ്ദുള്ള, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരായാലും ഒക്കെ ഉണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ ഇങ്ങനെ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള ഇന്ത്യ സഖ്യം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോൺഗ്രസ് ഇല്ലാതെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും വേറുള്ള പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. പ്രാദേശികമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. ഇവിടെ സതീശൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതായത് കർണാടക സർക്കാർ കോൺഗ്രസിലെ സർക്കാർ സമരം നടത്തുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നു, കേരളത്തിൽ മറ്റൊരു നിലപാടാണ്. അതിന് കൃത്യമായ മറുപടി പറയുന്നു സതീശൻ. അതായത് ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു കേന്ദ്രത്തിനെതിരെ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണോ ഈ സമരം? ഒപ്പം ഈ സർക്കാരിൻ്റെ ധൂർത്തു മറയ്ക്കാണ് ഡൽഹിയിലെ സമരം. അത് BJP പറയുന്ന ഭാഗത്തിനൊപ്പമാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വികസനം കൊണ്ടുവരിക, ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്ന കാര്യത്തിലൊക്കെ അവിടെയൊക്കെ പരാജയപ്പെട്ട് കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്താവുന്ന ഒന്നല്ല ഈ സാമ്പത്തിക പ്രശ്നമെന്ന് സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. രഞ്ജിത്ത്, അതിനകത്ത് സംസ്ഥാനങ്ങളുടെ വിഷയം എടുക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളെ എപ്പോഴും ദേശീയ രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെ വിഷയങ്ങൾ എടുക്കാനുള്ളൂ. ഇപ്പോൾ ഇന്ത്യ മുന്നണി എങ്ങനെയൊക്കെ സാധ്യമായാലും അല്ലെങ്കിൽ എത്രയെല്ലാം യോജിച്ചു കഴിഞ്ഞാലും കേരളത്തിൽ മത്സരിക്കേണ്ടത് LDFും UDFും തമ്മിലാണ്, കോൺഗ്രസും CPMും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇവിടെ അവർ യോജിക്കേണ്ട ഏതെങ്കിലും BJP മുഖ്യ എതിരാളിയായി കേരളത്തിൽ വരുന്നില്ല.
സ്വാഭാവികമായും ഇവിടെ മത്സരിക്കേണ്ട രണ്ട് മുന്നണികൾ തമ്മിൽ യോജിക്കുന്നതിന് രണ്ട് മുന്നണിക്കും അത് CPM-നായാലും കോൺഗ്രസിനായാലും സ്വാഭാവികമായ പ്രായോഗിക തടസ്സങ്ങളുണ്ട്. സമാനമായി തന്നെയാണ് പഞ്ചാബിൽ. ഈ ഡൽഹിയിൽ ചിലപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ യോജിച്ചേക്കാം, പക്ഷേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിക്കില്ല. കാരണം അവിടെ പ്രധാന എതിരാളികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, ഭരണ പാർട്ടിയായി നിൽക്കുന്നത്, പ്രതിപക്ഷത്ത് നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചെടുത്തത്. അവിടെ BJP മുഖ്യ എതിരാളിയാവുന്നില്ല. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും യോജിച്ചു കഴിഞ്ഞാൽ അതിന് നേട്ടമുണ്ടാകുന്നത് BJPക്ക് ആയിരിക്കും. കേരളത്തിലായാലും അത്തരം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ വിഷയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നത്. അവരുടെ തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞതുപോലെ BJP മുഖ്യ എതിരാളിയായി വരുന്ന സ്ഥലത്ത് യോജിച്ചു മത്സരിക്കുക. എനിക്ക് തോന്നുന്നു മമത അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, BJPയെ മുഖ്യ എതിരാളിയായി എവിടെയൊക്കെ വരുന്നു ആ സ്ഥലങ്ങളിലാണ് നമുക്ക് യോജിച്ചു മത്സരിക്കേണ്ടത്. അവിടെ യോജിച്ചു മത്സരിച്ചു കഴിഞ്ഞാൽ BJPയെ പരാജയപ്പെടുത്തി BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കുക എന്നുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന്. അതിനെ രണ്ട് തരത്തിലാണ് നമുക്ക് എടുക്കാവുന്നത്. ഒന്ന്, നെഗറ്റീവായി എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണ്. കോൺഗ്രസിന് തിരിച്ചടിയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് കൂടിയാണ്. കോൺഗ്രസ് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു സമരമാർഗം കേരളത്തിൽ നിന്ന് ഇടതുമുന്നണിയോ അല്ലെങ്കിൽ CPM-ഓ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്. വലിപ്പമല്ല, പാർട്ടിയുടെ വലിപ്പമല്ല, എത്ര ദുർബലമായ പാർട്ടിയാണെങ്കിൽ പോലും, എത്ര ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ഒരു സമരത്തിനും ഒരു ദേശീയ അജണ്ട നിശ്ചയിക്കുമ്പോൾ ആ അജണ്ടയുടെ ഭാഗമായി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പോസിറ്റീവായി കോൺഗ്രസിന് ഉള്ളൊരു ഘടകം എന്ന് പറയുന്നത്, ഈ ഇന്ത്യ മുന്നണിയൊക്കെ ഇപ്പോൾ പല ഘട്ടത്തിലായി അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന നിതീഷ് കുമാർ തന്നെ ഒരു ഘട്ടത്തിൽ NDAയുടെ ഒപ്പം ചേർന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ പലതവണത്തിൽ ആലോചിച്ചായിരുന്നു. ഇതിൻ്റെ പേര് ഉയർത്തി കാട്ടണം, കൺവീനർ ആക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ NDAയുടെ ഭാഗമായി നിന്ന് അവിടെ വീണ്ടും BJP സഹായത്തോടു കൂടി മുഖ്യമന്ത്രിയാകുന്നു, BJPയുമായി ചേർന്ന് ഭരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും ആ തരത്തിലേക്കുള്ള ഇന്ത്യ മുന്നണിക്കകത്ത് ഭിന്നതകൾ ഒക്കെ നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ഈ പാർട്ടികളൊക്കെയും BJP വിരുദ്ധ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന് നിന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറാൻ തയ്യാറാവുന്നില്ല. കോൺഗ്രസ് ഇല്ല എങ്കിൽ പോലും മറ്റു പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിരുദ്ധ നിലപാടിന് തയ്യാറാണ്. പക്ഷേ കോൺഗ്രസ് കൂടി ചേരാതെ ഈ പാർട്ടികൾക്കൊന്നും തന്നെ BJPയെ നേരിടാൻ കഴിയില്ല എന്നുള്ള പാർട്ടികളും തിരിച്ചറിയണം, കോൺഗ്രസും തിരിച്ചറിയണം. അതാണ് കിരണം. അതായത് മറ്റൊരു കാര്യം, ഈ കേരള സർക്കാർ ഈ സമരം നടത്തുമ്പോൾ എന്താവും അതിൻ്റെ രൂപം അഭാവം എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ. പക്ഷേ അവർക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത്രയധികം രണ്ട് മുഖ്യമന്ത്രിമാരെ പിണറായി വിജയനൊപ്പം അണിനിരത്താൻ കഴിഞ്ഞു. ഫറൂഖ് അബ്ദുള്ളയെ പോലെ ഒരു കാലത്ത് രാജ്യം ശ്രദ്ധിച്ചിരുന്ന നേതാവിനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് വേദിയാക്കാൻ കഴിഞ്ഞു. അതൊരു വിജയമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമായി മാറ്റാൻ സാധിച്ചു എന്നുള്ളത് വലിയ വിജയമാണ്. ഇത് അത് തന്നെയാണ്. അത് രണ്ട് തരത്തിൽ നമുക്ക് ആ വിജയത്തെയും കാണാം. ഒന്ന്, ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി നിൽക്കുമ്പോൾ അവർക്ക് അസാധ്യമായ ഒരു കാര്യം, ഞങ്ങളൊരു ചെറിയ പാർട്ടി വന്നിട്ട് ഞങ്ങളത് ദേശീയ തലത്തിൽ കാണിച്ചു തരുന്നു, ഈ ഒരു ഐക്യത്തിലേക്ക് വരുന്നു. അപ്പോൾ എണ്ണത്തേക്കാൾ വലിയൊരു സ്വാധീനം അത് പലപ്പോഴും പണ്ട് കാലത്തൊക്കെ CPM-ന് പലപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒന്നാം UPA സർക്കാർ തന്നെ സാധ്യമായത് അർക്കഷൻ സിംഗ് സുർജിത്ത് എന്ന് പറയുന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയാണ് നേരിട്ട് ഈ പറയുന്ന മറ്റ് നേതാക്കളെ ഓരോരുത്തരെയായിട്ട് ഫോൺ വിളിച്ച് സോണിയാഗാന്ധിയോട് പിന്തുണ കൊടുക്കുക. സോണിയാഗാന്ധി അങ്ങനെ ഒരു സർക്കാർ ഉദ്ദേശിക്കാനോ കോൺഗ്രസ് ഉദ്ദേശിച്ചല്ല. അവിടെയാണ് അദ്ദേഹം ഇടപെട്ട് ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാട് ഇത്രയും പേരുണ്ട്, ഞങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് പിന്തുണ വരും, ഇവരെല്ലാം നിങ്ങളെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നു, BJP വിരുദ്ധ ഏതൊരു സർക്കാർ രൂപീകരിക്കാൻ സാധ്യമാക്കുമെന്നോ കാണിച്ച് ആ തരത്തിലേക്കുള്ള ഒരു ബന്ധം ദേശീയ തലത്തിൽ പലപ്പോഴും ശക്തി ചോർന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ ചെറിയ പാർട്ടി ആയിരിക്കുമ്പോഴും ഒക്കെ CPM ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശക്തി ഏറെ ചോർന്നു. അന്ന് 60 പേരുണ്ടായിരുന്നു ഇടത് സഖ്യത്തിൽ എന്ന് ആലോചിക്കണം. അവിടെയൊക്കെ നിന്ന് 42 MP-മാർ CPM-ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് 3 MP-മാരായി നിൽക്കുന്നത്. പക്ഷേ അവിടെ അത്ര ചെറിയ ശക്തിയായി നിൽക്കുമ്പോൾ പോലും അവർ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ആ ദേശീയ തലത്തിലേക്ക് ഞങ്ങൾക്കിപ്പോഴും പ്രസക്തിയുണ്ട് എന്നുള്ള മാതൃക ദേശീയ തലത്തിൽ വരുന്നു. സംസ്ഥാന തലത്തിലും CPM-ന് അങ്ങനെ നേട്ടമുണ്ട്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ധൂർത്തടക്കമുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. സാമ്പത്തികമായി സംസ്ഥാന സർക്കാർ ഞെരുങ്ങി നിൽക്കുന്നതിനടക്കം ആരോപണങ്ങളുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉള്ളപ്പോഴും സംസ്ഥാനം പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന് പ്രതിപക്ഷം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും സംസ്ഥാനം കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും സമാന പ്രശ്നമുണ്ട്, DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലും സമാനമായ പ്രശ്നമുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും ഇതേ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ മറുചേരിയിൽ നിൽക്കുന്ന മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളിലും ഇതേ പ്രശ്നമുണ്ട്. അത്തരം സംസ്ഥാനത്തിൻ്റെ ഇടതുമുന്നണി ഉന്നയിക്കുന്ന വിഷയത്തിന് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന തരത്തിലേക്ക് അവതരിപ്പിക്കാൻ കേരള സർക്കാർ
സർക്കാരിന് സംസ്ഥാനത്ത് കഴിയുന്നുണ്ട്. അതൊരു ആത്യന്തികമായ ഇത്തരം ഒരു മാതൃക കൂടി വിജയമാണ്. കാണിക്കാനും കഴിയും. വിജയമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ സമരത്തിലൂടെ ഒരു പരിധിവരെ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമാണ്. അതിനെ ചുക്കാൻ പിടിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ദേശീയതലത്തിൽ CPM അപ്രസക്തമാണ് എന്ന തോന്നൽ വരുമ്പോഴാണ് കേരളത്തിലെ ഘടകം ഇത്തരം വലിയൊരു സമരം ദില്ലിയിൽ സംഘടിപ്പിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളമാണ് അവരുടെ പച്ചത്തൂരത്ത്. ഇവിടുത്തെ ശക്തി തെളിയിക്കേണ്ടതുണ്ട്. അധികാര